രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ അപൂർവമായ ഒരു നേട്ടത്തിന് ഉടമയായിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണകക്ഷിയായ NDA. എന്തൊരു കാര്യം, ഇതൊക്കെ വിളിച്ചു പറയേണ്ട വല്ല കാര്യമുണ്ടോ? കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബൾക്കായി ഒരു കൂട്ടം കൗൺസിലർമാർക്ക് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. എന്താടാ ഒരുമാതിരി ആക്കിയ ശരി. വന്നവരൊക്കെ അവരവരുടെ വാർഡിലെ ദൈവങ്ങളെ വിളിച്ചു സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിൽ ഒരാളുണ്ടേ. ഭയങ്കരന്മാരെ നിങ്ങളുടെ പാടായി നമ്മൾ ഈ നാട്ടുകാരനല്ലപ്പാ. എന്നെ കൊണ്ട് തോറ്റു. അപ്പൊ അതിനൊരു തീരുമാനമായി. സത്യപ്രതിജ്ഞ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് സത്യപ്രതിജ്ഞ ചെയ്ത നാമം കോടതി കയറിയത്. മാഡം, എന്റെ ആത്മാർത്ഥയിൽ നിങ്ങൾ ഫ്രൂട്ട്ലെസ് ഗോരി ഒഴിക്കരുത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പായി കേസ് വന്ന ഉടൻ തന്നെ എല്ലാ വശങ്ങളും ഞങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു, പഠിച്ചു വരികയായിരുന്നു. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അവരുടെ വാർഡുകളിലെ അമ്പലങ്ങളിലെ മൂർത്തികളെ തൊട്ടുള്ള സത്യപ്രതിജ്ഞ കോടതി റദ്ദാക്കി. കോടതി പറഞ്ഞു ഭരണഘടന നിഷ്കർഷിച്ച രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യണം. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പരസ്പരം അറിയാവുന്നതുകൊണ്ട് കൂടുതൽ വളച്ചു കെട്ടുന്നില്ല. എന്റെ ആഗ്രഹങ്ങളൊന്നും ഈ ജന്മം നടക്കാൻ പോണില്ല. ഞാൻ ഇവിടുന്ന് ചാടിച്ചാവും. തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ സംവിധാനത്തിന് നേതൃത്വം കൊടുക്കുന്നവർ എന്നുള്ള നിലയ്ക്ക് ആ ഹൈക്കോടതി വിധി അനുസരിക്കാൻ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഞങ്ങൾ അപ്പോൾ എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? തന്നെ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്തു. ഹൈക്കോടതി വിധി എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാധ്യമായ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് നടപ്പിലാക്കിയത്. നമ്മുടെ ഓർഡിനൻസ് എത്ര ഡീസലുള്ള പാർട്ടീസ് നോക്ക്. ആവശ്യമുള്ളത് കിട്ടിയപ്പോൾ ഒരനക്കൂല്ല. ഒത്തില്ല. എന്താണ് ഒത്തില്ല? ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. കൊല്ലാതിരിക്കാൻ പറ്റുമോ? അക്കരെ നിൽക്കണ പശുവിനെ കണ്ട് ഇക്കരെ നിൽക്കണ മൂരി മുക്കര ഇട്ട പശുവിന് ചെന പിടിക്കില്ല. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലായി. ഇത് മനിത കാതലല്ല, അதையும் താണ്ടി പുനിതമാണത്. അഭിറാമിയെ കാലാട്ടു സ്വാമിയെ നാം താണു തെരിയുമാ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? നീയും പാതിയെ അത് ഉനക്ക് പുരിയുമാ. എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. ലാലി ലാലിയേ ലാലി ലാലിയേ. പക്ഷെ എല്ലാവരും ആയോ? ഇല്ലല്ലോ, സുഗതനെ കണ്ടില്ലല്ലോ. എവിടെ പോയി സുഗതൻ? നോക്കേണ്ട കാര്യം തന്റെ ജാതകം ഞാൻ പറഞ്ഞുതരാം. മാനഹാനിയും ദ്രവ്യനഷ്ടവും മാത്രമല്ല, ജയിൽ വാസവും തനിക്ക് ഫലം. ഈ റിപ്പീറ്റ് സത്യപ്രതിജ്ഞയെ കേരളം എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നോക്കാം. സാക്ഷര കേരളത്തിന് അപമാനല്ലേ ഇങ്ങനൊരു കാര്യം? പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾഡിക്കാൻ നോക്കിയതാ. സുഗതനെ കണ്ടവരുണ്ടോ ആരെങ്കിലും? സുഗതനെ കണ്ടുകിട്ടിയില്ലെങ്കിൽ BJPക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടും. കണ്ടവരുണ്ടോ സുഗതനെ? അഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. അല്ല, ഈ ചരിത്ര പ്രക്രിയയിൽ പങ്കാളിയാവാൻ എന്താ സുഗതൻ എത്താണ്ട് പോയ? അല്ല, ഇക്കാര്യം നിയമപരമായിട്ട് നേരിട്ടതുപോലെ വിദഗ്ധോപദേശം തേടിയിട്ട് കോടതിയുടെ ഉത്തരവ് വാങ്ങേണ്ട സ്ഥലത്ത് കോടതി മുമ്പായ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ട് മുമ്പോട്ട് പോകും. സുഗതൻ ഒരു കെട്ട് പൊട്ടിയ പട്ടമായിരുന്നു. സുഗതൻ ഒരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. സുഗതൻ ഒരു അപൂർവ റെക്കോർഡ് സ്വന്തമാക്കി കാപ്പ കേസിൽ ഇപ്പോൾ അകത്താണ്. എന്താണ് സുഗതന് കിട്ടിയ റെക്കോർഡ്? ആകാശത്തേക്ക് വെടിവെച്ച് പോലീസ് പിടികൂടിയ കേരള ഓർക്കും എന്റെ തോലുരിഞ്ഞു പോവാ. ഷാജിയേട്ടാ, നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. സുഗതൻ ഉടൻ മടങ്ങിയെത്തി കോടതി നിഷ്കർഷിച്ച രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന് BJP അപേക്ഷിക്കാൻ
അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം പോവും. പനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇവർക്കിതൊന്നും പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആരും ഇല്ല ഇനോന്നാ. ഇതൊക്കെ ആദ്യത്തെ അനുഭവമല്ലേ. അപ്പൊ ഇവര് വിചാരിച്ച് ഈ നാട്ടിൽ എന്തും നടക്കുന്നു. ഊതിയതല്ലേ, കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ? കേസായപ്പോഴല്ലേ കാര്യം പിടികിട്ടിയേ. രാഹുലേ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.